മട്ടാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ഓഫീസർ എന്ന പദവിയിൽ 30 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി ഇസ്മായിൽ ഖാൻ പടിയിറങ്ങി. ഔദ്യോഗിക ജീവിതത്തോടൊപ്പം റെയിൻ ഫൗണ്ടേഷൻ വഴി അദ്ദേഹം നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇസ്മായിൽ ഖാനെ ജനകീയനാക്കി. ഐക്യരാഷ്ട്രസഭയുടെ SDGs അവാർഡ് ജേതാവും ഗ്രന്ഥകർത്താവുമായ അദ്ദേഹം കോവിഡ് കാലഘട്ടങ്ങളിൽ എറണാകുളം ജില്ലയിൽ സജീവമായി ഇടപെട്ടിരുന്നു. മട്ടാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ഹൃദ്യമായ യാത്രയപ്പ് സമ്മേളനത്തിൽ സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പാട്ടുപാടിയാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ഉപജീവനമാർഗമായ ഫയർ സർവീസിലെ ഫയർമാൻ ജോലിയോടൊപ്പം ജീവകാരുണ്യ രംഗത്തും സാമൂഹ്യ രംഗത്തും നിസ്തുല സംഭാവനകൾ നൽകിയ മട്ടാഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ഓഫീസർ എന്ന ഔദ്യോഗിക പദവിയിൽ നിന്നും 30 വർഷങ്ങൾക്ക് ശേഷം ഷാൻ വട്ടപ്പള്ളി എന്ന ഇസ്മായിൽ ഖാൻ പടിയിറങ്ങി. ജർമ്മനിയിലെ പ്രധാന നദിയായ റൈൻ നദിയുടെ പേരിൽ സമാനമനസ്കരുമായി ചേർന്ന് റെയിൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ രൂപീകരിച്ച സേവന സന്നദ്ധ സംഘം രൂപീകരിച്ചായിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തോടൊപ്പം ഖാൻ തന്റെ സേവനങ്ങൾ നടത്തിയിരുന്നത്. വരൾച്ചാ കാലത്തും കോവിഡ് കാലത്തും സ്വന്തം കയ്യിലെ പണമെടുത്തായിരുന്നു ലൈഫ് ജാക്കറ്റുകളും ഗ്ലൗസുകളും കുടിവെള്ള വിതരണവുമൊക്കെ എറണാകുളം ജില്ലയുടെ പ്രശ്നബാധിത മേഖലകളിൽ എത്തിച്ചത്. തന്റെ സാമൂഹിക പ്രതിബദ്ധതയെ മാനിച്ച് ഐക്യരാഷ്ട്രസഭയുടെ SDGs അവാർഡ്, ലയൺസ് ഇന്റർനാഷണൽ അവാർഡ്, ആലുവ ശിശുഭവൻ, കേരള സ്പീച്ച് ഫൗണ്ടേഷൻ, MSS എന്നിവരുടെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് അദ്ദേഹം. മട്ടാഞ്ചേരി രക്ഷാനിലയത്തിൽ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ അസിസ്റ്റന്റ് STO CP ബൈജു അധ്യക്ഷനായി. എനിക്ക് ഒരുപാട് വർഷത്തെ 2000 മുതലുള്ള പരിചയമുണ്ട്. അദ്ദേഹം ഗാന്ധിനഗറിൽ ജോലി ചെയ്യുമ്പോൾ മുതലുള്ള പരിചയമാണ്. ഒരു അഗ്നിരക്ഷാ സേനാംഗം എന്നുള്ളതിൽ ഉപരിയായി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഒരു ഫയർഫോഴ്സ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടിക്കൊപ്പം തന്നെ സമൂഹത്തോടുള്ള ആ പ്രതിബദ്ധതയും കൂടി അദ്ദേഹം നിർവഹിച്ചു വരുന്നത് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മളെല്ലാവരും കാണുന്നതാണ്. ജില്ലാ ഫയർ ഓഫീസർ JS സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം പറയുകയും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനായി തൻ്റെ ഒരു ഫൗണ്ടേഷനൊക്കെ രൂപീകരിച്ച് വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളോടൊക്കെ എപ്പോഴും സൗമ്യമായി സംസാരിക്കുകയും നല്ലൊരു വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു സ്റ്റേഷൻ ഓഫീസർ എന്ന രീതിയിൽ എത്താൻ പറ്റുന്ന മാക്സിമം അദ്ദേഹം എത്തുകയും പ്രത്യേകിച്ച് മട്ടാഞ്ചേരി നിലയത്തിൽ നിന്ന് അദ്ദേഹത്തിന് വിരമിക്കാനും സാധിച്ചു. സാമൂഹ്യ പ്രവർത്തകനായ മുകേഷ് ജെയിൻ, ക്ലബ് സെക്രട്ടറി CB സാജൻ, മുൻ STO സുധീഷ്, മറ്റ് സഹപ്രവർത്തകരായ രതീഷ് കുമാർ, ഷാജു, ബൈജു, ജെയ്സൺ, രതീഷ്, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധ ഗായകൻ യഹിയ അസീസ്, സുരേന്ദ്രൻ, ലിവിൻസൺ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഗായകൻ കൂടിയായ ഇസ്മായിൽ ഖാൻ ഗാനം ആലപിച്ചുകൊണ്ട് ചടങ്ങിന് പ്രതിസ്പന്ദനം നടത്തി. 2015 വല്ലാർപാടത്തിൽ കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ അത് മേലധികാരിയുടെ അനുവാദത്തോടെ ലീവ് എടുത്ത് പൈസ മുടക്കി ഞാൻ അവിടെ പോയി. കൂടെ റെയിൻ ഫൗണ്ടേഷൻ്റെ അംഗങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് കുടിവെള്ളം വിതരണം ചെയ്തത് ജീവിതത്തിലെ വലിയൊരു അനുഭൂതിയായിരുന്നു. അതോടൊപ്പം തന്നെ 2018 പ്രളയമുണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ലൈഫ് ജാക്കറ്റിൻ്റെ ഒരു ഓർമ്മ വരികയും അത് ഈ മുങ്ങിപ്പോകുന്നവരുടെ കഴുത്തിലിട്ട് ഇട്ടാൽ എത്രയും പെട്ടെന്ന് അനേകം പേരുടെ ജീവൻ രക്ഷിക്കാമല്ലോ എന്നോർത്ത് ഉടനെ പ്രളയം കൊടികുത്തി നിന്ന അതേ സമയം തന്നെ അത് വിതരണം ചെയ്ത് അനേകം പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയത് മനസ്സിൽ വളരെ സന്തോഷം ലഭിച്ചു. സർവീസിൽ ഇന്നും മറക്കാൻ പറ്റാത്ത ഒരു രക്ഷാപ്രവർത്തനം എൻ്റെതാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.